സന്തോഷത്തിലേക്കുള്ള ഒരു വഴിയില്ല, സന്തോഷം തന്നെയാണ് വഴി. നാം പലപ്പോഴും എങ്ങനെ ചിന്തിക്കുന്നു, ഈ ജോലി കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും, ഈ പ്രശ്നം തീർന്നാൽ ഞാൻ സന്തോഷിക്കും, പണം കൂടിയാൽ ജീവിതം സന്തോഷകരമാവും. എന്നാൽ യഥാർത്ഥ സന്തോഷം ഒരു ലക്ഷ്യസ്ഥാനമല്ല, അത് ഒരു യാത്രാരീതിയാണ്. ഓരോ നിമിഷവും കൃതജ്ഞതയോടെ, സ്നേഹത്തോടെ, സമാധാനത്തോടെ ജീവിക്കുമ്പോൾ ജീവിതം തന്നെ സന്തോഷത്തിന്റെ പാതയായി മാറുന്നു. ഭഗവത്ഗീതയുടെ സന്ദേശവും ഇത് തന്നെയാണ്. ഫലത്തെ ആശ്രയിച്ചല്ല സന്തോഷം, കർത്തവ്യം സമചിത്തതയോടെ ചെയ്യുന്നതിലാണ് യഥാർത്ഥ ആനന്ദം. പുറം സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും, എന്നാൽ ഉള്ളിലെ സന്തോഷം നമ്മുടെ തിരഞ്ഞെടുപ്പായിരിക്കും. സന്തോഷം നാളത്തേക്ക് മാറ്റിവെക്കരുത്. ചെറിയ കാര്യങ്ങളിലും ആനന്ദം കണ്ടെത്തുക, യാത്ര ആസ്വദിക്കുക. ലക്ഷ്യം മാത്രല്ല, ഇന്നത്തെ ഈ നിമിഷത്തെ പൂർണ്ണമായി ജീവിക്കുക. സന്തോഷം തേടി നടന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു രാത്രി വൃദ്ധനായ ഒരു സന്യാസിയുടെ, ഒരു ഫക്കീറിന്റെ വാതിലിൽ മുട്ടി. അദ്ദേഹം വാതിൽ തുറന്ന് ചോദിച്ചു, എന്താ വേണ്ടേ? ആ ചെറുപ്പക്കാരൻ ഫക്കീറിന്റെ കാൽക്കൽ വീണ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് സന്തോഷം? എന്താ സന്തോഷം എന്ന് എനിക്കൊന്ന് മനസ്സിലാക്കി തരുമോ എന്ന് ചോദിച്ചു. ആ വൃദ്ധൻ അകത്തു നിന്നും ഏതോ ഒരു പഴത്തിന്റെ രണ്ട് ഫ്രൂട്ട്സിന്റെ കഷ്ണങ്ങൾ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നോക്കൂ, ഇവ മാന്ത്രികമായ 2 പഴക്കഷ്ണങ്ങളാണ്. ഇതില് ആദ്യത്തെ കഷ്ണം കഴിച്ചാല് നിങ്ങൾക്ക് സന്തോഷം എന്താന്ന് മനസ്സിലാവും. 2ാമത്തെ കഷ്ണം കഴിച്ചാലോ നിങ്ങൾ സന്തോഷവാനാകും. വേഗം പറഞ്ഞോളൂ, നിങ്ങൾക്ക് ഇതിൽ ഏതാ വേണ്ടേ? പക്ഷെ ഒന്ന് ഓർക്കണം, ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ അവകാശമുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം എടുക്കാൻ പാടുള്ളൂ, 2 എടുക്കാൻ പാടില്ല. മാത്രമല്ല, ഒരെണ്ണം കഴിച്ചു കഴിയുമ്പോഴേക്കും അടുത്തത് അപ്രത്യക്ഷമായിട്ടുണ്ടാവും. അങ്ങനെ ആ ചെറുപ്പക്കാരൻ ഒരു നിമിഷം ശങ്കിച്ചു നിന്നു. അപ്പോ ഈ ഫക്കീർ ഗുരു പറയുവാണ്, 2ാമത്തെ പഴക്കഷ്ണം കഴിച്ചാല് സന്തോഷം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചു നേരം ആലോചിച്ച ശേഷം ചെറുപ്പക്കാരൻ പറഞ്ഞു, ആദ്യം ഞാൻ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു എന്താണ് സന്തോഷമെന്ന്. എന്തെന്നാൽ അതിനെപ്പറ്റി അറിയാതെ എങ്ങനെയാണ് സന്തോഷം കണ്ടെത്താൻ പറ്റുക? വൃദ്ധനായ ആ ഫക്കീർ പതുക്കെ ചിരിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ടാണ് താങ്കളുടെ അന്വേഷണം ഇത്രയ്ക്ക് നീണ്ടുപോകുന്നതെന്ന്. നീ ഈ വഴിക്ക് പോവുകയാണെങ്കിൽ ഒരിക്കലും സന്തോഷം കണ്ടെത്താൻ പോകുന്നില്ല. വർഷങ്ങളോളമല്ല, അനേകം ജന്മങ്ങൾ തിരഞ്ഞാലും നീ സന്തോഷം കണ്ടെത്താൻ പോകുന്നില്ല. എന്താ കാര്യം? എന്തുകൊണ്ടെന്നാൽ സന്തോഷത്തെപ്പറ്റി അറിവ് നേടലും സന്തോഷവാനാവലും ഒന്നല്ല, രണ്ടാണ്, പരസ്പര വിരുദ്ധമായ സംഗതികളാണ്. എന്ന് മാത്രമല്ല, അത് കഷ്ടപ്പാടും കൂടിയാണ്. സന്തോഷത്തെപ്പറ്റി അറിയുകയും സന്തോഷവാനാവാതിരിക്കുകയും എന്നത് കഷ്ടപ്പാടാണ്. ഈ കാരണം കൊണ്ട് തന്നെ മനുഷ്യൻ മരങ്ങളെക്കാളും ചെടികളെക്കാളും മൃഗാദികളെക്കാളും ഒക്കെ കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നവനാണ്. എന്നാൽ അറിയാതിരിക്കലും അല്ല സന്തോഷം, അത് കഷ്ടപ്പാടിനെ അറിയാതിരിക്കൽ മാത്രമാണ്. സന്തോഷം കണ്ടെത്തുന്നത് നിങ്ങൾ അറിവിനെയും അജ്ഞതയെയും മറികടക്കുമ്പോഴാണ്. അജ്ഞത എന്ന് പറയുന്നത് കഷ്ടപ്പാടിനെ അറിയാതിരിക്കലാണ്. അറിവെന്ന് പറയുന്നത് അതേപ്പറ്റി ബോധവാനാവലാണ്. സന്തോഷം എന്ന് പറയുന്നത് അറിവിൽ നിന്നും അജ്ഞതയിൽ നിന്നും സ്വതന്ത്രമായിരിക്കലാണ്. അറിവിനെയും അജ്ഞതയെയും മറികടക്കുക എന്ന് പറഞ്ഞാല് മനസ്സിൽ നിന്ന് സ്വതന്ത്രമാവുക എന്നാണ് അർത്ഥം. മനസ്സിൽ നിന്നും സ്വതന്ത്രമാവുമ്പോ നാം നമ്മുടെ ആത്മസത്തയിലേക്ക് തിരികെ വരുന്നു. അത് തന്നെയാണ് ആനന്ദം, അത് തന്നെയാണ് സ്വാതന്ത്ര്യം, അത് തന്നെയാണ് ദൈവികത. ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമാണ് മനസ്സ്. കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം നമ്മുടെ അപേക്ഷകൾ വാങ്ങിവെക്കുകയും അകത്തേക്ക് കടത്തിവിടാതെ സമാധാനിപ്പിച്ചുകൊണ്ട് നമ്മെ തിരികെ അയക്കുകയും ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ പോലെയാണ് അത് പ്രവർത്തിക്കുന്നത്. നമ്മുടെ അപേക്ഷകൾ അതിനപ്പുറം എത്താൻ പോകുന്നില്ല. പക്ഷേ അറിവുകൾ നമ്മിൽ വ്യാജമായ ഒരു സമാധാനം സൃഷ്ടിക്കുന്നു. അത് സന്തോഷത്തെ പറ്റിയാണെങ്കിൽ സന്തോഷമായെന്നൊരു പ്രതീതി ജനിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ദുഃഖമില്ലെങ്കിലും ദുഃഖിതനാണെന്ന പ്രതീതി ജനിപ്പിക്കുന്നു. മനസ്സിൽ നിന്നും സ്വതന്ത്രമാവുക എന്നാൽ
ഏറെ കഷ്ടപ്പെട്ട് ഏതെങ്കിലും കഠിന സാധനകളോ കർക്കശമായ വ്യായാമ മുറകളോ തപശ്ചര്യകളോ അഭ്യസിച്ച് അതിനെ കീഴടക്കുക എന്നുള്ളതല്ല. മനസ്സിന്റെ ഏറ്റവും വലിയ ഊർജ സ്രോതസ് അതിനോടുള്ള ഏറ്റുമുട്ടലുകളാണ്. മനസ്സിൽ നിന്നും സ്വതന്ത്രമാവുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ തീരെ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിനെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുമ്പോൾ മാത്രമേ മനസ്സെന്ന മെക്കാനിസത്തിന് നേരെ ചൊവ്വേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അത് വേണ്ട വിധം പ്രവർത്തിക്കുന്നതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു പോരുന്നത്. നമ്മുടെ ജീവിതത്തിലെ എത്ര നിസാരാണെന്ന് തോന്നുന്ന ഒരു പ്രവൃത്തി പോലും സന്തോഷത്തെ കൊണ്ടുവരാൻ പ്രാപ്തമാണ്. ഉദാഹരണത്തിന് രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യുന്ന ഒരു പ്രവൃത്തി തന്നെ എടുത്തു നോക്കാം. മനസ്സിന്റെ ധാരാളം നൂലാമാലകളിൽ നിന്നുകൊണ്ട് നമുക്ക് ബ്രഷ് ചെയ്യാം. വർഷങ്ങളായി ചെയ്തു പോരുന്ന ഒരു ശീലത്തിന്റെ ഭാഗമായിട്ട് മാത്രം. ഇനി ആ ശീലത്തെ ഖണ്ഡിക്കാനുള്ള ശക്തിയില്ലാത്തതിന്റെ പേരിൽ ഒരാൾ ബ്രഷ് ചെയ്യുന്നു. ഇനി അതും അല്ലെങ്കിൽ വായനാറ്റത്തെ പേടിച്ചിട്ട് മറ്റുള്ളവരെ എന്ത് വിചാരിച്ചേക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് ഒരാൾക്ക് ബ്രഷ് ചെയ്യാൻ തീരുമാനിക്കാം. ഇതെല്ലാം മനസ്സിന്റെ സ്വാധീനത്തിൽപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങളാണ്. ഇനി മനസ്സിന് അധീനപ്പെട്ടുകൊണ്ട് മറ്റൊരു തീരുമാനം എടുക്കാം. ബ്രഷ് ചെയ്യേണ്ടതില്ല നമ്മൾ തീരുമാനിക്കുക. പൊതുവെ നാം ഇതിനെ മടി എന്നറിഞ്ഞ് മടി എന്നാണ് നമ്മൾ പറയുക അല്ലെ. കൊച്ചുകുട്ടികളും മറ്റും മനസ്സിന്റെ പ്രവണതയാണ് കൂടുതൽ കണ്ടുപോരുന്നത്. എന്നാൽ ഇതൊന്നും അല്ലാതെ ആ പ്രവൃത്തിയുടെ ആവശ്യകതയും പ്രാധാന്യവും അറിയുന്നതിന്റെ ഭാഗമായി തൻ്റെ പല്ലുകളും വായും വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പ്രവൃത്തിയിൽ ഒരാൾക്ക് സ്നേഹപൂർവം ആ പ്രവൃത്തി ചെയ്യാം അല്ലെ. യാതൊരു ധൃതിയും കൂടാതെ യാതൊരു അലസതയും കൂടാതെ ചെയ്യാം. മറ്റു യാതൊരു വിചാരവും കൂടാതെ ചെയ്യാം. അപ്പോഴാണ് സന്തോഷം എന്നൊരു അനുഭവം നിശബ്ദമായി വേറെ ശബ്ദകോലാഹലങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇത് ചെറുതെന്നോ വലുതെന്നോ ഭേദമില്ലാതെ ഏതൊരു പ്രവൃത്തിയിലേക്കും നമുക്ക് വ്യാപിപ്പിക്കാവുന്നതാണ്. ഒരൊറ്റ കാര്യം ഉറപ്പിക്കേണ്ടതുള്ളൂ, ആ പ്രവൃത്തി ചെയ്യണോ വേണ്ടോ എന്ന് നിശ്ചയിക്കുന്നത് മനസ്സായിരിക്കരുത്. മുഴുവൻ ഉത്തരവാദിത്വവും നമ്മളിലായിരിക്കണം. അങ്ങനെയുള്ള ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും മനസ്സിൽ നിന്നും ഒരകലം വ്യക്തമായിട്ട് അറിയാൻ തുടങ്ങും. പിന്നീട് മനസ്സിന്റെ സ്വരത്തെയും തൻ്റെ തീരുമാനത്തെയും തിരിച്ചറിയാൻ വിഷമം ഉണ്ടാവില്ല. മനസ്സിനെ മറികടന്നുകൊണ്ട് സന്തോഷത്തെ അനുഭവിക്കുന്ന ഒരാളിൽ എങ്ങനെ എന്ന ചോദ്യം ഉദിക്കുന്നില്ല. അതിനർത്ഥം മുൻപ് എപ്പോഴുമെങ്കിലും അയാളിൽ അത്തരമൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോ അതിനുള്ള ഉത്തരം ലഭിച്ചിരിക്കുന്നു എന്നല്ല. ആ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ലാണ്ടായിരിക്കണം. കുറെ കൂടി വ്യക്തമായിട്ട് പറഞ്ഞാല്, സന്തോഷമായിട്ട് ഇരിക്കുന്ന ആള് ഓർക്കണ പോലുമില്ല താൻ സന്തോഷമായിട്ടിരിക്കുകയെന്ന്. സന്തോഷത്തെ പറ്റി ചികഞ്ഞുകൊണ്ടിരിക്കുന്നവൻ എല്ലായ്പ്പോഴും എങ്ങനെ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. സന്തോഷമായിട്ടിരിക്കുന്നവൻ ഓർക്കുന്നു പോലുമില്ല താൻ സന്തോഷമായിരിക്കുന്നു എന്ന്. ഇത് വളരെ ഗഹനമായൊരു ജീവിത സത്യമാണ്. യഥാർത്ഥ സന്തോഷം ഒരു വികാര പ്രകടനമല്ല, അതൊരു സ്വാഭാവിക അവസ്ഥയാണ്. ആരോഗ്യമുള്ള ഒരാള് ഓരോ നിമിഷവും ഞാൻ ആരോഗ്യമുള്ളവനാണ് എന്ന് വിചാരിക്കാറില്ല. അതുപോലെ യഥാർത്ഥത്തിൽ സന്തോഷമുള്ള ഒരാള് ഞാൻ സന്തോഷവാനാണ് എന്ന് നിരന്തരം ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. നാം സന്തോഷത്തെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുന്നത് അത് നഷ്ടപ്പെടുമോ എന്ന ഭയമോ അത് ഇപ്പോഴും ലഭിച്ചിട്ടില്ലെന്ന തോന്നലോ ഉണ്ടാവുമ്പോഴാണ്. ആത്മീയമായിട്ട് നോക്കുമ്പോൾ മനസ്സ് ആഗ്രഹങ്ങളിൽ നിന്ന് ശാന്തമാവുമ്പോൾ, വർത്തമാന നിമിഷത്തിൽ വിശ്രമിക്കുമ്പോൾ സന്തോഷം തേടേണ്ട ഒന്നല്ല, അത് നമ്മുടെ സ്വാഭാവിക സ്വരൂപമായി അനുഭവപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം. സന്തോഷത്തെ പിന്തുടരുന്നത് നിർത്തുക, സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങുക. ഓരോ നിമിഷത്തെയും പൂർണ്ണമായി സ്വീകരിക്കുക. ഉള്ളിലുള്ള ശാന്തതയാണ് യഥാർത്ഥ സന്തോഷത്തിന്റെ അടിസ്ഥാനം. സന്തോഷം കണ്ടെത്തേണ്ട ഒരു വസ്തുവല്ല, മറിച്ച് നമ്മുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുമ്പോൾ സ്വയം വെളിപ്പെടുന്ന ഒരു അവസ്ഥയാണ്. എന്താണ് സന്തോഷത്തിലേക്കുള്ള വഴി എന്ന് ഒരാൾ ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞ ഉത്തരം ഒരു വല്ലാത്ത ഉൾക്കാഴ്ച സമ്മാനിക്കുന്നുണ്ട്. പറഞ്ഞത് എങ്ങനെയായിരുന്നു? സന്തോഷത്തിലേക്ക് ഒരു വഴിയുമില്ല, സന്തോഷമാണ് വഴി. ഇന്ന്
3 ചെറിയ കാര്യങ്ങൾക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുക. ആ നന്ദി മനസ്സിൽ സന്തോഷം വളർത്തും. സന്തോഷം ഒരു ദിവസം ലഭിക്കുന്ന പ്രതിഫലമല്ല, ഓരോ ദിവസവും നാം തിരഞ്ഞെടുക്കുന്ന ജീവിത രീതിയാണ്. There is no way to happiness. Happiness is the way.